ഹായ് ഫ്രണ്ട്സ്, അബീസുക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ UK വന്നിട്ട് 3 വർഷമായി. കഴിഞ്ഞ 3 വർഷമായിട്ട് എൻ്റെ ഫോണിലുള്ള കുറച്ച് ആപ്ലിക്കേഷൻ, നല്ല ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ വന്നേക്കണം. ഇത് നിങ്ങൾ എൻ്റെ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാശ് കിട്ടും, എനിക്ക് കാശ് കിട്ടും, അങ്ങനെയൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് എനിക്ക് നല്ലതെന്ന് തോന്നി. കാര്യം പലർക്കും ഞാൻ ഒരേ ആപ്ലിക്കേഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയും, എടാ നീ എന്നാൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യണമെന്ന് നിങ്ങളോട് പറയാം. ഞാൻ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൂടാ. ഞാൻ ജസ്റ്റ് എൻ്റെ ഫോണിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 10 ആപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളൂ. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ഫ്ലെക്സ്. ഞാൻ ജസ്റ്റ് ഒന്ന് മുഖവരിക്ക് പറഞ്ഞു പോകണുള്ളൂ, നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഫ്ലെക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ വന്ന സമയത്ത് ജോബില്ലാത്തതുകൊണ്ടിരുന്നപ്പം ഈ ഫ്ലെക്സി ഷിഫ്റ്റുകളാണ് എടുത്തുകൊണ്ടിരുന്നത്. അത് നമുക്ക് സ്ഥിരതയുള്ള ഷിഫ്റ്റിലായിരിക്കും. ആഴ്ചയിൽ ചിലപ്പോൾ 1, 2, 3. ഇന്നും നമ്മുടെ കൂട്ടത്തിൽ ഫ്ലെക്സ് ഷിഫ്റ്റിലൂടെ പോണവരുണ്ട്. അപ്പോൾ ഫ്ലെക്സ് ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് പറഞ്ഞു പോകണേ ഉള്ളൂ. അപ്പം രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലാ കാർസ്. കാര്യം ചില പീക്ക് ടൈമിൽ നമുക്ക് ട്രെയിനാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ്, ബസ്സാണെങ്കിൽ നമുക്ക് ദൂരം കൂടുതൽ, ടൈം ഓഫ് അവേഴ്സ് കൂടുതലാണെങ്കിൽ. ഈ ബ്ലാ കാർസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ലണ്ടൻ പോകണമെങ്കിൽ എനിക്ക് ഈ സൈറ്റിലിട്ടിട്ട് ഐ ആം ഗോയിങ് ടു ലണ്ടൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പം ഞാനൊരു എമൗണ്ട് ഇടും, 30 പൗണ്ട്, 40 പൗണ്ട്, 50 പൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ഈ ബ്ലാ കാർസിൻ്റെ തന്നെയായിട്ട് യൂട്യൂബിൽ ചിലപ്പോൾ ലെങ്തി വീഡിയോ നിങ്ങൾക്ക് കിട്ടും. ഞാൻ യൂസ് ചെയ്യണം മാത്രം പറഞ്ഞു പോകണുള്ളൂ. മൂന്നാമതായിട്ട് നമ്മുടെ ഗംട്രീ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ടൊരു വീട് എടുക്കുകയാണ്, അത് അൺഫർണിഷ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫർണിച്ചർ, വാക്വം ക്ലീനർ, വാഷിംഗ് മെഷീൻ, അങ്ങനെ പല സാധനങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടും കിട്ടും, ചിലപ്പോൾ ഒരു സ്മോൾ എമൗണ്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഗംട്രീയിൽ വിൽക്കാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, അത് മൂന്നാമത്തെ. നാലാമത്തേന്ന് പറഞ്ഞാൽ ട്രെയിൻ ലൈൻ ആപ്ലിക്കേഷൻ. ഞാൻ വ്ളോഗിങ്ങിനും എന്താവശ്യത്തിനും പോകുമ്പം ഈ ട്രെയിൻ ലൈനിൽ നിന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യണത്. ഓക്കെ, അഞ്ചാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ CEX. ഞാൻ ഏത് ഇലക്ട്രോണിക് സാധനങ്ങൾ മേടിക്കുമ്പോഴും സെക്സിൽ നിന്നാണ് മേടിക്കുന്നത്. റീസെൻ്റ്ലി ഞാനൊരു ലാപ്ടോപ്പ് മേടിച്ചായിരുന്നു. എന്നിട്ടൊരു 5 മാസമായപ്പം അതൊരു ചെറിയ കംപ്ലൈൻറ്റ് കാണിച്ചപ്പോൾ തന്നെ ഞാൻ റിട്ടേൺ ചെയ്തു. അവർ ഫുൾ എമൗണ്ട് ക്യാഷ് അല്ലാതെ തന്നെ അവർക്കുടെ വൗച്ചർ വരും. ആ വൗച്ചറിൻ്റെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 വർഷത്തെ കാലാവധിയാണ്. അപ്പോൾ അതൊരു നല്ല ആപ്ലിക്കേഷനാണ്. അതിൽ ഗ്രേഡ് A, ഗ്രേഡ് B, ഗ്രേഡ് C. അപ്പം സാധനങ്ങൾ മേടിക്കുമ്പോൾ ഗ്രേഡ് A തന്നെ നോക്കിയെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അത് നമ്മുടെ ത്രൂ ഔട്ട് UK എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഫോണിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇതിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആമസോൺ കണക്ക് തന്നെ നമുക്ക് വീട്ടിൽ സാധനം കിട്ടും. ഓക്കെ, ആറാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ലണ്ടൻ പോകുമ്പം ലണ്ടനിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ലണ്ടനല്ല UKയുടെ മിക്ക ഭാഗത്തും ഈ സ്ട്രീറ്റിൽ പച്ച കളർ സൈക്കിൾ ഇരിക്കണത്. അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണിത്, LIME. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാം. 1 മണിക്കൂറിന് ചിലപ്പോൾ 3 പൗണ്ടായിരിക്കും സൈക്കിളിന്. അപ്പം നമ്മൾ ലണ്ടൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പം, പിന്നെ അതിൽ ഗ്രൂപ്പ് റൈഡൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ റേറ്റ് ഒരു 50p കുറവായിട്ട് കിട്ടും. 4 പേരൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഏഴാമതായിട്ട് ഞാൻ പറയണത് ക്യാം സ്കാനർ. അതായത് ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് അയക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ BRP സ്കാൻ ചെയ്ത് അയക്കണം, അല്ലെങ്കിൽ എന്ത് ഡോക്യുമെൻറ്റും നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് PDF ആയിട്ട് സൂക്ഷിക്കാൻ പറ്റണ നല്ലൊരു ആപ്ലിക്കേഷനാണ് ക്യാം സ്കാനർ. ഇപ്പം ഇതുവരെ പറഞ്ഞതെല്ലാം ഫ്രീ ആണ് കേട്ടോ, ഒന്നിനും കാശ് മുടക്കില്ല. ഓക്കെ, എട്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് വൈസ്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ടൂറോ കാര്യങ്ങളൊക്കെ പോകുമ്പം ഞങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനായിരുന്നു സ്പ്ലിറ്റ് വൈസ്. അത് ഇന്നും നിങ്ങൾക്ക് എൻ്റെ നോക്കിയറിയാം. നമ്മൾ അൽബേനിയ പോയപ്പോഴാണെങ്കിലും ലണ്ടൻ പോയപ്പോഴാണെങ്കിലും എല്ലാം, അതായത് വേറെ ഒന്നുമല്ല, ഇപ്പം നമ്മൾ 6 പേര് പോവുകയാണെങ്കിൽ 6 പേരുടെ പേര് അതിൽ രജിസ്റ്റർ ചെയ്ത്, ഇപ്പം ഞാനൊരു 5 പൗണ്ട് ചിലവാക്കിയെന്ന് ഓർത്തോ, ആ 5 സ്പ്ലിറ്റിലിടുവാണെങ്കിൽ 6 പേർക്കും ഈക്വലായിട്ട് ഡിവൈഡ് ആവും. പിന്നെ ഇപ്പം വേറൊരാൾ, അടുത്ത ആൾ സ്പ്ലിറ്റ് വൈസിൽ 2 പൗണ്ട് ചിലവ്. ഇപ്പോൾ ഈ 2 പൗണ്ടൊക്കെ 6 പേർക്ക് ഡിവൈഡ് ചെയ്യാൻ പാടാണ്. ജസ്റ്റ് 2 എന്ന് അടിച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി ഡിവൈഡ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് ട്രിപ്പ് തരുമ്പോൾ അവനക്ക് 25 പൗണ്ട്. പിന്നെ അതുമല്ല, ഇപ്പം ഞാൻ വേറെ ചിലവാക്കിയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതൊക്കെ കട്ടായി പോവും, വെട്ടിപ്പോവും. ഇപ്പം ഞാൻ നേരത്തെ ഒരു 5 ഇട്ടു, ഇവൻ 2 ഇട്ടു, അപ്പോൾ എൻ്റെ ആ ഒരു കാശിക്കും വെട്ടിപ്പോയി. അത് ജസ്റ്റ് ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ഇത് ആർക്കും അറിയില്ല. ഓക്കെ, അറിയാത്തതിൻ്റെ കുഴപ്പമില്ല, ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സ്പ്ലിറ്റ് വൈസ്. 9ാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലെംഫി. ഇന്ന് നാട്ടിലോട്ട് അയക്കാൻ ഏറ്റവും റേറ്റ് കുറവും പിന്നെ
എന്താ പറയുക ഫീസും ഇല്ലാത്തതാണ് ലെംഫി. പക്ഷേ ലെംഫി പറയുമ്പോൾ നിങ്ങളോർക്ക് ഇത് പ്രൊമോഷനാണ്. ശരിക്കും പ്രൊമോഷൻ എന്നല്ല കേട്ടോ. ലെംഫി എൻ്റെ ലിങ്ക് ത്രൂ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുമ്പം നിങ്ങൾക്കൊരു 5 പൗണ്ട് കിട്ടും, എനിക്കൊരു 5 പൗണ്ട് ഉണ്ട്. ഇത് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇങ്ങനെ എടുക്കണോണ്ട് ക്രെഡിറ്റ് സ്കോർ ഒന്നും കുറയില്ല. ഓക്കെ, അതൊക്കെയും ജസ്റ്റ് തെറ്റായ ധാരണയാണ്. ലെംഫി അത് ജസ്റ്റ് നാട്ടിലോട്ട് കാശ് അയക്കണ ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, വന്ന കാലത്ത് റെമിറ്റ്ലി ആയിരുന്നു. റെമിറ്റ്ലിയിൽ ഫീസ് ഉണ്ട്. ഇപ്പം എനിക്കിഷ്ടപ്പെട്ടത് ലെംഫിയാണ്. പിന്നെ പെട്ടെന്ന് കാശ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ 10ാമത്തെ ലേറ്റാக വന്നാലും ലേറ്റസ്റ്റാக വരും. നമ്മുടെ മലയാളികൾക്കുടെ സ്വകാര്യ അഹങ്കാരമായ റേഡിയോ ലെമൺ ലൈവ് അത്യാവശ്യം നല്ലതാട്ടോ. നമ്മൾ കാറിൽ പോകുമ്പോഴാണെങ്കിലും എവിടെ പോകുമ്പോഴാണെങ്കിലും ഇത് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ വണ്ടി ഓടിക്കുന്ന ഒരു ഫീല് നമുക്ക് തരും. ഇതിൻ്റെ ആർജേഴ്സ് ആണെങ്കിലും നല്ല യങ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ആർജേഴ്സാണ്. അപ്പം എന്താണെങ്കിലും ഈ 10 ആപ്ലിക്കേഷൻ, ഇനിയും ആപ്ലിക്കേഷനുണ്ട്, പക്ഷേ ഈ 10 എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ എന്തെങ്കിലും നല്ല ആപ്ലിക്കേഷൻ ഈ കണ്ടുകൊണ്ടിരിക്കണവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റിൽ ഇടണം. നമ്മുടെ മറ്റുള്ള ബ്രദേഴ്സിനും അത് യൂസ്ഫുൾ ആവും. അപ്പോൾ എനിവേ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കണോട്ടോ മച്ചാനെ. ഓക്കെ, ഇതൊരു ചെറിയ വീഡിയോ ആണ്, പക്ഷേ പവർഫുൾ വീഡിയോ ആണ്. അപ്പോൾ ഇറ്റ്സ് മീ അബീസ് സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ.